വ്ലോഗിലേക്ക് സ്വാഗതം. ഇതെന്റെ വീട്ടിലെ ഒരു പഴയ ടിവിയാണ്. നമുക്ക് ഇതിനെ സ്മാർട്ട് ടിവി ആക്കി മാറ്റിയാലോ? അതിനു വേണ്ടുന്ന പ്രധാന സാധനം ഇങ്ങനത്തെ ഒരു ടിവി ബോക്സ് ആണ്. ആൻഡ്രോയിഡ് ടിവി ബോക്സ്. ഇതിന്റെ അൺബോക്സിംഗ് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. എല്ലാരും അത് കാണുക. എങ്ങനെ കണക്ട് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആൻഡ്രോയിഡ് ടിവി ബോക്സ്. ഇത് വാങ്ങുമ്പോൾ ഒരു HDMI കേബിൾ കിട്ടും. പക്ഷേ ഈ കേബിൾ ഈ ടിവിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിനായി വേണ്ടുന്ന കേബിളാണ് ഇത്. ഈ കേബിളിന്റെ ഒരറ്റം AV ഫീമെയിലും മറ്റേ അറ്റം ഹെഡ്ഫോൺ ജാക്ക് പോലെയാണ്. നമുക്കൊന്ന് ടിവിയിൽ കണക്ട് ചെയ്ത് നോക്കിയാലോ? ടിവിയിൽ കണക്ട് ചെയ്ത AV കേബിളിൻ്റെ മറ്റേ അറ്റം നമ്മൾ ഈ കേബിളിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ മഞ്ഞയും വെള്ളയും ചുവപ്പ് മാറാതെ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ടിവി ബോക്സ്. ഇതിൽ 4 USB പോർട്ടുകളുണ്ട്. പിന്നുള്ളത് SPDIF പോർട്ട്, AV പോർട്ട്, HDMI കേബിൾ കുത്താനുള്ള പോർട്ട്, എതർനെറ്റ് പോർട്ട്, പിന്നെയുള്ളത് 5 വോൾട്ട് അഡാപ്റ്റർ കുത്താനുള്ള സ്ഥലം. നമുക്ക് വേണ്ടുന്ന ഇതിലെ AV പോർട്ട് മാത്രമാണ്. ഈ ബോക്സ് വാങ്ങുമ്പോൾ ഒരു റിമോട്ട് കൺട്രോളറും കിട്ടും. ഇനി നമുക്ക് ടിവിയിലെ കണക്ഷൻ ഈ ബോക്സിലേക്ക് കൊടുക്കാം. ടിവി ബോക്സിന്റെ AV പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. കണക്ഷൻ സെറ്റപ്പ് ഒന്നുകൂടെ കാണിക്കാം. ഇനി നമുക്ക് ടിവി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയാലോ? ടിവി AV മോഡിലേക്ക് മാറ്റുക. ആൻഡ്രോയിഡ് ടിവി ബോക്സ് കണക്റ്റ് ആയി. ഇതാണ് അതിന്റെ റിമോട്ട്. എല്ലാ ഓപ്പറേഷനുകളും ഇതിൽ നടക്കും. ഇത് ഞെക്കിക്കഴിഞ്ഞാൽ മൗസ് മോഡ് ആവുന്നതാണ്. ഞാനത് ഞെക്കാൻ പോവുകയാണ്. ഇവിടെയാണ് മൈ ആപ്സ് ഉള്ളത്.
മൗസ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ 4 ബട്ടൺ ഉപയോഗിച്ചാണ് മൗസ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡിവൈസിൽ പ്ലേ സ്റ്റോർ, യൂട്യൂബ്, ഗൂഗിൾ ക്രോം എന്നിവ ഇതിലുണ്ട്. ഇനി നമുക്ക് ഈ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. ഫയൽ മാനേജറാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം കാണുന്ന ലോക്കൽ മെമ്മറി, അതായത് ഈ ഡിവൈസിൻ്റെ മെമ്മറി. രണ്ടാമത്തേത് നമ്മൾ പെൻഡ്രൈവ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പെൻഡ്രൈവിലുള്ള ഡാറ്റയാണ് ഈ കാണുന്നത്. ഓരോ ഫോൾഡർ നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ടി വി ബോക്സിന് 2 GB റാമും 16 GB ഇൻ്റർണൽ മെമ്മറിയും ഉണ്ട്. അടുത്തത് മൊബൈൽ ഫോൺ എങ്ങനെ ടി വി കണക്ട് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അതിനു വേണ്ടുന്ന ആപ്ലിക്കേഷനാണ് മിറാക്കാസ്റ്റ് റിസീവർ. ഫോണിലെ കാസ്റ്റ് ഓൺ ആക്കുക. സ്ക്രീൻ മിററിംഗ് ഓൺ ആക്കുക. നമ്മുടെ ഡിവൈസിൻ്റെ പേര് മൈ ബോക്സ് എന്നാണ്. ഫോൺ ടി വിയിൽ കണക്റ്റായി. ഞാൻ യൂട്യൂബ് എടുക്കാൻ പോവുകയാണ്. എൻ്റെ ചാനലാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ടി വി ബോക്സ് ആണ്. കമ്പനീൻ്റെ പേര് വിൻചിപ്പ് MX-Q Pro ആൻഡ്രോയിഡ് ടി വി ബോക്സ്. 2 GB റാം, ഇന്റർണൽ മെമ്മറി, 4K UCD ആണ്. ഞാൻ ഈ ഡിവൈസ് 2007 റുപ്പീസിന് ഓൺലൈനിൽ വാങ്ങിയതാണ്. ഒരു വെബ് ക്യാം പിടിപ്പിച്ചിട്ട് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിനിരിക്കാം. 2007 റുപ്പീസ്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കിയാലോ? നമ്മുടെ ഈ ഡിവൈസ് അൺബോക്സിംഗ് ചെയ്യുന്നതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ആൻഡ്രോയിഡ് ടി വി ബോക്സും കൊണ്ട് പെൻഡ്രൈവും മൊബൈൽ ഫോണും ഈ ടി വിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ടി വിയിൽ ഇൻ്റർനെറ്റും കിട്ടും. ഏത് പഴയ ടി വി ആണെങ്കിലും ആ ടി വിയെ സ്മാർട്ട് ടി വി ആക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഏത് ടി വി വേണമെങ്കിലും സ്മാർട്ട് ടി വി ആക്കാൻ പറ്റും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.